ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് വെജ് ഹക്ക നൂഡിൽസ്. വെജ് ഹക്ക നൂഡിൽസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. 150 ഗ്രാമിൻ്റെ വെജ് ഹക്ക നൂഡിൽസാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ക്യാരറ്റ്, ക്യാപ്സിക്കം, കാബേജ്, സവാള, സ്പ്രിംഗ് ഓണിയൻ, പച്ചമുളക്, വെളുത്തുള്ളി, സോയാ സോസ്, കുരുമുളക് പൊടി, വൈറ്റ് വിനീഗർ എന്നിവയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം നൂഡിൽസ് വേവിച്ചെടുക്കാം. ഒരു പാത്രം നിറയെ വെള്ളമെടുത്ത് അതിലേക്ക് ഞാൻ ഒലീവ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് തിളച്ച് വരുമ്പോൾ നൂഡിൽസ് ഇടാം. നൂഡിൽസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 3-4 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് വരും. നൂഡിൽസ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് അരിപ്പയിലിട്ട് വെള്ളം ഒഴിവാക്കിയെടുക്കാം. നൂഡിൽസിലെ വെള്ളമൊക്കെ ഒഴിവാക്കി ഞാൻ പച്ചവെള്ളം കൊണ്ട് നന്നായി നൂഡിൽസ് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം ഓയിൽ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. സൺഫ്ലവർ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ക്യാരറ്റ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ്റെ വെളുത്ത ഭാഗം എന്നിവ ഒന്ന് ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഹൈ ഫ്ലെയിമിലായിരിക്കണം ഇത് വഴറ്റി എടുക്കേണ്ടത്. ഈ കറികളൊന്നും അധികം വാടി വരേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാബേജ് ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നൂഡിൽസ് ചേർത്ത് കൊടുത്തൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം നൂഡിൽസ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അല്പം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നൂഡിൽസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം സ്പ്രിംഗ് ഓണിയൻ കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ടേസ്റ്റി വെജ് ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.